നമസ്കാരം. ഒരു ഫെസ്റ്റിവൽ നടത്തുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ വരുന്ന വേസ്റ്റുകൾ എല്ലാവർക്കും അറിയാം. ആ വേസ്റ്റ് ഇത് തീർത്ഥാടനത്തിൻ്റെ 3-ാം ദിവസമാണ്. നമ്മുടെ കുറേ അമ്മമാരാണ് ഈ ഒരു തീർത്ഥാടന നഗരി മുഴുവൻ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഒരു ദിവസം കൊണ്ട് കഷ്ടപ്പെടുമല്ലേ? 3 ദിവസം കൊണ്ട് ഇതും കൂടെ ആകുമ്പോൾ 3 ദിവസം കൊണ്ട് കഷ്ടപ്പെടും. മാത്രം വേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു. ചേട്ടന് ഇതിന്റെ സംഘടനയൊക്കെ അല്ലേ? വളണ്ടിയർ അല്ലേ? ഈ അമ്മമാരൊക്കെ എത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടായിരുന്നോ? നമ്മൾ കണ്ടോണ്ടിരിക്കുക. കാരണം ഒരു ദിവസം എന്തുമാത്രം വേസ്റ്റ് ആയിരിക്കും. ബാച്ച് ഇങ്ങോട്ട് വാ, കയറി നിങ്ങളുടെ കാര്യമുണ്ട്, വാ. വേസ്റ്റ് ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വേറൊരു കൂട്ടുകാർ പറഞ്ഞ് ഇത് വൃത്തിയാക്കണം, തൂക്കാൻ വരണം. അപ്പൊ മാറിക്കൊടുത്ത് തൂത്ത് വൃത്തിയാക്കി ഇവിടെ സ്റ്റാള്. അമ്മ നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കാണ് പണി തുടങ്ങുന്നത്? 6 മണിയാകുമ്പോഴേ. 6 മണിയാകുമ്പോൾ പണി തുടങ്ങും. രണ്ടാമത്തെ ദിവസം നമ്മൾ 4 മണിക്ക് തുടങ്ങി. സമാധി തൂത്ത് അതില് ഘോഷയാത്ര പോകാനുള്ളതല്ലേ. അപ്പൊ അത് നമ്മൾ അവിടെ നിന്ന് 4 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തൂത്ത് തിരിച്ച് നമ്മൾ 6 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ വന്നു. പിന്നെ വീണ്ടും നമ്മൾ ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഈ ഭാഗം മൊത്തം വൃത്തിയാക്കി. ചിറ്റൊരു 2-3 ഷിഫ്റ്റാണ്. നിങ്ങൾ ഒരു ആൾക്കാർ ഒരേ സമയമാണോ? നിങ്ങൾക്ക് സമയക്രമം ഉണ്ടോ? സമയക്രമം നമ്മൾ ജോലി ചെയ്തുകൊണ്ട് എപ്പോഴും നിൽക്കണം. നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെ? എത്ര മണിക്ക് തുടങ്ങും, എത്ര മണിക്ക് പോകും? പറഞ്ഞിട്ട് പോകാം. 6 മണിക്ക് തുടങ്ങും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുകയും ചെയ്യും. 10 മണിയാകുമ്പോൾ വന്നിരുന്ന് പിന്നെ കാപ്പി കുടിക്കാൻ പോകും. കാപ്പിയും കുടിച്ചിട്ട് വന്നിരുന്ന് ചിലപ്പോൾ 2 മണിയാകുമ്പോഴായിരിക്കും തുടങ്ങുന്നത്. 2 മണിക്ക് തുടങ്ങിയാൽ പിന്നെ ഇനിയിപ്പം ജോലി നിർത്താറായി. ചില ഓഫീസിൽ വേസ്റ്റുകളൊക്കെ കിടക്കുന്നുണ്ട് അകത്ത്. ഇവിടെ ഇതൊക്കെ തൂക്കണ്ടേ ഇത്? അല്ല, ഞാൻ ഇതിങ്ങനെ ഉണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ വേസ്റ്റ് കിടക്കുന്നത്. ഇത് ഹരിതകർമ്മയെന്ന് ഇവർ വിളിച്ചോണ്ട് പോയി ശിവഗിരിയെ. ഇതെങ്ങനെ പറഞ്ഞു. എന്നിട്ട് വേസ്റ്റുകളൊക്കെ ഓഫീസിൽ കിടക്കും. അപ്പൊ അതൊക്കെ തൂത്ത് അപ്പോഴേ വൃത്തിയാക്കേണ്ടതാണ്. അല്ല, അവര് അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഇത് അവസാനമാകുമ്പോ എല്ലാം വൃത്തിയായി കിടക്കണ്ടേ? ഇത് ഹരിത ഇതെന്ന് പറയുന്നത് അത് ശരിയാവണ്ടേ? അല്ലാതെ ഇത് മാലിന്യമായി കൂടി ക്യാൻസർ വരും, രോഗങ്ങൾ വരും. അമ്മമാർ ചെയ്യുന്നത് വലിയ മാർഗമാണ്. നിങ്ങളെ കൂടെ എത്ര പേരുണ്ട്? നമ്മള് 10 പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ 10 പേരാണോ ഈ കോമ്പൗണ്ട് മൊത്തം വൃത്തിയാക്കുന്നത്? വേറെ ചെട്ടം ചേർത്ത്. ഇപ്പോഴല്ല, ഇതിന് മുമ്പ് ഞങ്ങൾ 4 പേരും 5 പേരൊക്കെ നിന്നാണ് കാമ്പൗണ്ട് മുഴുക്ക സമാധി തൊട്ട് ഇങ്ങോട്ട് ശാന്തിരി അവിടെ എല്ലാം വൃത്തിയാക്കി ഇവിടെയും വൃത്തിയാക്കുന്നത്. ഇവിടെ മുനിസിപ്പാലിറ്റിക്കാർക്കായിരുന്നു ആദ്യം. മുനിസിപ്പാലിറ്റിക്കാരാണ് ഈ കാമ്പൗണ്ട് സ്റ്റേജിന് അകത്ത് പുറത്തും എല്ലാം മുനിസിപ്പാലിറ്റിക്കാരാണ്. ഇപ്പം ഞങ്ങളെ സാറിൻ്റെ കൈ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അവിടെയും ഇവിടെ ഇത്രയും വൃത്തിയാക്കാൻ പരാതി വേണ്ടെന്നും പറഞ്ഞാൽ ഇന്നലെ വൃത്തിയാക്കാനുണ്ട്. ഏതായാലും ഒരു വലിയ ജോലിയാണ്. ഒരു എന്താ പറയുക, ഒരു മഹാസമാഹം നടക്കുമ്പോഴത്തേക്ക് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ ചെറുതല്ല, ഒരുപാടാണ്. ഈ അമ്മമാരെയൊന്നും ഒരിക്കലും ആരും ഗവനിക്കാറുണ്ടാവില്ല. പക്ഷേ ഇവർ കാരണമാണ് ഈ ഒരു നഗരി ഇപ്പോഴും വൃത്തിയായിരിക്കുന്നത്. 3 ദിവസമായി 10 പേർ ചേർന്നാണ് ഇത്രയും സംഭവം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഈ അമ്മമാരെയൊക്കെ തട്ടിയും മുട്ടിയിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്കും അവർ ശ്രദ്ധിക്കുക. കാരണം അവർ ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. വിസ്മയസിനുണ്ട് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സയ്യിദ് മാരാർ സൈനിങ് ഓഫ്.